നമ്മുടെ ഹോട്ടലിൽ നിന്ന് ട്രെയിൻ സ്ട്രീറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒരു 2 സ്ട്രീറ്റ് കഴിഞ്ഞ് ടേൺ ചെയ്ത് കഴിഞ്ഞ് നേരെ നടക്കുക. നേരെ നടന്നു കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിലെത്തും. തുടങ്ങിയോ? ഓ, ആ ഇതാ നോക്കേണ്ടത്. അത് സ്റ്റോപ്പ് ആവുമോ? അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് നേരെ ട്രെയിൻ സ്ട്രീറ്റിൽ പോയാൽ വ്ളോഗ് ചെയ്യാൻ പറഞ്ഞ പോലെ 1 കിലോമീറ്ററിനടുത്തുണ്ട് നടക്കാൻ. നടന്ന് ഇപ്പം ഞാനീ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിറച്ചും ഇലക്ട്രോണിക്സിൻ്റെ കടയാണ്. 2 സൈഡിലും സിമ്മിൻ്റെ കടയും ഇലക്ട്രോണിക്സിൻ്റെ കടയുമാണ്. ഈ ഒരു ഏരിയയിലെ ഫുട്പാത്തിൻ്റെ ആ വലിപ്പം കണ്ടോ? എത്ര വലുതാന്ന് ഫുട്പാത്ത്. വലിയ ഫുട്പാത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈക്കുകളെല്ലാം ആ ഫുട്പാത്തിൻ്റെ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ വേസ്റ്റുകളൊന്നും അങ്ങനെ നമ്മുടെ നാട് പോലെ അങ്ങനെ ഫുട്പാത്തിൽ കാണുന്നില്ല. പക്ഷേ ഈ സിഗരറ്റിൻ്റെ ബഡ്സ് ഉണ്ടല്ലോ, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരു ഭാഗം, അതിവിടെ കുറേ ഉണ്ട്. നിലത്ത് നമുക്ക് നോക്കിയാൽ കുറേ കാണാം സിഗരറ്റ് ബഡ്സ്. അപ്പം ഇവിടെ എനിക്ക് കണ്ടതിൽ മനസ്സിലായ ഒരു കാര്യം, ഇവിടെ കുറേ സിഗരറ്റ് വലിക്കും. മീൻസ് ഓപ്പണായിട്ട് തന്നെ സിഗരറ്റ് വലിക്കുന്നത് കാണാം നമുക്ക്. അപ്പം ഇതുവഴി പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളും ഒരു പാസീവ് സ്മോക്കേഴ്സ് ആകും. നമ്മുടെ നാട്ടിൽ പബ്ലിക് ഏരിയയിൽ സിഗരറ്റ് സ്മോക്കിംഗ് പ്രോഹിബിറ്റഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കാണുമ്പം കുറച്ച് വിയേർഡായി തോന്നും കുറേ പേര് ഒരുമിച്ചിരുന്ന് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത്. കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു 10-30 പേരെങ്കിലും സിഗരറ്റ് വലിക്കുന്നത് കാണാം അല്ലേ? ഇവിടെ ഒന്ന് പിടിച്ചു. നമ്മളിപ്പം വന്നത് ഈ വഴി കൂടെയല്ലേ? ഈ വഴി കൂടെ വന്ന് ട്രെയിൻ സ്ട്രീറ്റ് എത്തി. ട്രെയിൻ സ്ട്രീറ്റ് എത്തി. ഇതാണ് ഫേമസ് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളങ്ങനെ നല്ല വൈബ്രൻറ്റും കളർഫുള്ളുമായ ട്രെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഒരു കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം ഇരിക്കാൻ. മിക്ക സ്പോട്ടും ഓക്യുപ്പൈഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടും വേണമല്ലോ. അപ്പം അങ്ങനെ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ ഇരിക്കുക ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി. വി തോട്ട് വിൽ ഹാവ് അവർ ഡിന്നർ ഓൾസോ ഫ്രം ഹിയർ, so that we can go back to hotel and then just sleep. Then we thought of having chicken noodle. അതൊരു സൂപ്പ് മാതിരിയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി ഡെലീഷ്യസ്. ഞങ്ങളുടെ കൂടെ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ ഒരു ആളും കൂടെ ഉണ്ട്, അപ്പൂച്ച. ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് പെട്ടെന്ന് തന്നെ കഴിച്ച് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 20 minutes എടുക്കും ട്രെയിൻ വരാൻ. അപ്പം ഞങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യായിരുന്നു എന്തെല്ലാം ട്രെയിൻ വരുന്നതിന് മുമ്പ് അവിടെ ചെയ്യുന്നതെന്ന്. അവർ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് ആക്കും. അതോരോ ഷോപ്പ് ഓണേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ടേക്ക്. ട്രാക്കിങ്ങിനെ ക്ലിയർ ചെയ്യുന്നുണ്ട് അവർ.
റെയിൽവേ ഓഫീസില് Very dangerous. Yeah. Okay, 1 minute. മണ്ണിട്ട് പിടിച്ചു ആക്ച്വലി ട്രെയിൻ വരുന്ന വീഡിയോ 2 ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഒന്ന് എൻ്റെ ഗോപ്രോയിലാണ്, പിന്നെ ഒന്ന് എൻ്റെ സാംസങ്ങിൻ്റെ ഫോണിൽ. ട്രെയിൻ വളരെ ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരോട് വിസിറ്റ് ചെയ്യിക്കുന്ന ആൾക്കാരോട് ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് വരുന്നത്. ട്രെയിൻ വരുമ്പം നിങ്ങൾക്ക് അത്ര ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരുവിധം സ്പീഡുണ്ട്, അത്ര സ്ലോ ആയിട്ടല്ല ട്രെയിൻ വരുന്നത്. ഒരുവിധം സ്പീഡുണ്ട്. നമ്മുടെ ഈ സ്റ്റേഷനിലോട്ടേക്കെല്ലാം ട്രെയിൻ വരുന്ന ആ ഒരു സ്പീഡുണ്ട്. ഇത് സാംസങ്ങിൽ ബാക്കിലേക്ക് പോണേ. അങ്ങനെ ട്രെയിനെല്ലാം കണ്ടു കഴിഞ്ഞു. ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഡിന്നറും കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലോട്ടേക്ക് നടക്കാനുള്ള ഒരു ഇതിലായി. അപ്പം അതിന് മുമ്പ് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് തന്നെ ആക്ച്വലി ഈ സ്ട്രീറ്റിൽ വരിക എന്നുള്ളത് നോട്ട് ട്രെയിന് വന്ന് കാണുന്നത് മാത്രമല്ല, ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ്. ഇവിടെ ഫുൾ ലൈവ്ലിയാണ്.
ആൻഡ് യു ഹാവ് ലോട്ട് ഓഫ് ഗുഡ് റെസ്റ്റോറൻറ്റ്സ് ആസ് വെൽ. പിന്നെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യേണ്ട ആൾക്കാർക്ക് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസും ഉണ്ട്. ഞങ്ങൾ കൺസ്യൂം ചെയ്യാത്തത് കൊണ്ട് വി ജസ്റ്റ് വാക്ക്ഡ് ആഫ്റ്റർ ഹാവിങ് അവർ ഡിന്നർ. 7:40 ഈ പെർട്ടിക്കുലർ ദിവസം ട്രെയിൻ വന്ന സമയം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡേ ചേഞ്ച് ആകാൻ തോന്നുന്നു. പിന്നെ നമ്മൾ ഈ നടന്നു പോകുമ്പം നമുക്ക് കുറേ സോവനിയേഴ്സും ടീഷർട്ട്സും അങ്ങനെ പല ഗുഡ്സും വെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം, എസ്പെഷ്യലി ട്രെയിന് വരാൻ പോകുന്ന സമയം. അപ്പോൾ അവർക്ക് നല്ല ആദായത്തിൽ സെല്ല് ചെയ്യാം. ഞങ്ങളൊരു സോവനിയറും വാങ്ങി, ഒരു ടീഷർട്ടും വാങ്ങി ഒരു പാവം ലേഡിയുടെ കയ്യിൽ നിന്ന്. പിന്നെ ചിലവർ അവരുടെ റെസ്റ്റോറൻറ്റ് നടത്തുന്നതിൻ്റെയോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കടകളും ഈ ഗുഡ്സ് വിൽക്കുന്ന കടകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഗുഡ്സ് വിൽക്കുന്ന, ഈ ഗുഡ്സ് മീൻസ് ഇതുപോലെ സോവനിയേഴ്സും പിന്നെ പല ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടകൾ കാണാം നമുക്ക് ചില റെസ്റ്റോറൻറ്റ്സിൻ്റെ സൈഡിൽ. സോ ട്രെയിൻ സ്ട്രീറ്റ് വരുമ്പം നിങ്ങൾ നല്ലൊരു സ്പോട്ട് ആദ്യം കണ്ടെത്തുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഡ്രിങ്ക്സും കിട്ടുന്ന ഒരു സ്പോട്ട്, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് കം ഹാഫ് ആൻ അവർ ബിഫോർ ദ ട്രെയിൻ ടൈമിങ്സ്. കറക്റ്റ് ടൈമിങ്ങിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സീറ്റ് കിട്ടില്ല നമുക്ക് വേണ്ട റെസ്റ്റോറൻറ്റിൽ. സോ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ വന്നിവിടെ ഇരിക്കുക, ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, വെയിറ്റ് ചെയ്യുക ട്രെയിൻ വരുന്നത് വരെ. ഒരുപാട് ഇന്ത്യക്കാരെ നമ്മളിവിടെ കണ്ടു. ആയതുകൊണ്ട് നമുക്കിതേ ഇങ്ങനെ നേരെ നടന്നാൽ മതി. ആ ഒരു ഇത് കഴിഞ്ഞ് നേരെ നടന്നിട്ട് റൈറ്റ് ടേൺ ചെയ്യുക അല്ലേ. റൈറ്റ് ടേൺ ചെയ്ത് ഒരു 50 മീറ്റേഴ്സ് നടന്നാൽ നമ്മുടെ ഹോട്ടലെത്തി അല്ലേ. ഇത് മനസ്സിലായ? ഇതെല്ലാം നമ്മുടെ നാട് പോലെ തന്നെ അല്ലേ. പക്ഷെ ഇവിടെ പരിപാടി രാത്രിയാന്ന് മാത്രം അല്ലേ. നമ്മുടെ നാട്ടിൽ പണിയെല്ലാം നടക്കുന്നത് രാവിലെ. ഫോട്ടോ എടുക്കാം. ഞങ്ങളങ്ങനെ വെള്ളം വാങ്ങാൻ വേണ്ടി ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറി. ഹോട്ടലിലാകെ 2 500 ml ബോട്ടിലേ കിട്ടുള്ളൂ വെള്ളത്തിൻ്റേത്. അത് പോരാ, എൻ്റെ ബ്രദർ കുറേ വെള്ളം കുടിക്കും. നാളെ ട്രെയിൻ സ്ട്രീറ്റ് തന്നെ പോയി കഴിക്കാം. നമുക്ക് ട്രെയിൻ സ്ട്രീറ്റിൻ്റെ അപ്പുറത്തെ ഭാഗവും എന്തോ ഇത് വൺ വേ ആട്ടോ. 2 സൈഡിൽ കൂടെ പോകുന്നില്ലല്ലോ അല്ലേ. അവിടെ ഞാൻ കണ്ടത് ഹോട്ടൽ ഇതാണ്. എനിക്കൊന്ന് സിഗ്നൽ ഇവിടെ സിഗ്നൽ തുറന്നുകൊണ്ടാണ് ഈ ഒരു മെമ്മറി കാർഡും കൂടെ വാങ്ങാറുണ്ട്. ഇല്ലേ, ബസ് പോകുന്നുണ്ടല്ലോ കൂടെ. വിയറ്റ്നാമിൽ ഇത് ഹനോയിൽ നല്ല ട്രാഫിക് ജാമാണ് അല്ലേ. പക്ഷെ ട്രാഫിക് ജാം ആണെങ്കിൽ കൂടെ പെട്ടെന്ന് എത്തുന്നില്ലേ അല്ലേ. എല്ലാം അടുത്തടുത്തായതുകൊണ്ടായിരിക്കാം. എന്താണ് ഇത്? മമ്മി എങ്ങാനും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇതിനകത്ത് ഒരു ലോഡ് വാങ്ങിച്ചിട്ട് നാട്ടിലോട്ടേക്ക് പാർസൽ അയച്ചു തരാം പറയും ഇല്ലേ. ഇതെല്ലാം പൊട്ടുമെന്നുള്ള പേടിയാണ്. കാരണം നമുക്ക് ഇനി 2 ഫ്ലൈറ്റ് യാത്രകൾ ഇൻറ്റേർണലി ഉണ്ട് ഇല്ല. ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താടാ ഇതാ ഇവിടെയും ഉണ്ട് കേട്ടോ പ്ലെയിൻ്റെ കഥകൾ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ 2 ATM ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, 2 ബാങ്കിൻ്റെ ആയിട്ട്.
അപ്പം ഞങ്ങളിപ്പം പൈസ എടുത്തില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് പൈസ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഡോളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോളേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. ഇവിടെ എക്സ്ചേഞ്ച് സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഈ രാത്രി ഓപ്പൺ ചെയ്തത് കണ്ടിട്ടില്ല. മേ ബി മോർണിംഗ് ടൈം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ സം മണി എക്സ്ചേഞ്ച് ഷോപ്സ്, ബിക്കോസ് നൈറ്റ് ആകുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മണി എക്സ്ചേഞ്ച് ഷോപ്സ് ദേ ക്ലോസ്. So only what is left is ATM to take the money. So we thought we'll go next day to the bank, and bank is open till 5 p.m. in the evening. So ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ വി ഹാഡ് വൺ ബാങ്ക്. പേര് ഭയങ്കര, ആ ബാങ്കിൻ്റെ പേര് ഭയങ്കര ഇതാണ്, കോമഡിയാണ്. നമ്മ ബാങ്ക് എന്നാണ് ബാങ്കിൻ്റെ പേര്. മീൻസ് നമ്മളത് മലയാളത്തിലോ തമിഴിലോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ബാങ്ക് എന്ന് ആകും. പക്ഷെ അതിന് വേറെ തന്നെ അർത്ഥമായിരിക്കാം ചിലപ്പം ഇവിടുത്തെ ലാംഗ്വേജിൽ. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. മേ ബി ഇന്നലെ സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. അതുപോലെയുള്ള ചെറിയ കസേര ഇട്ടിട്ട് ഈ ആൾക്കാർ ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുകയായിരുന്നു, ആൽക്കഹോളെല്ലാം എടുത്ത് ചില്ലായിട്ട്. മേ ബി ബിക്കോസ് യെസ്റ്റർഡേ വാസ് സൺഡേ, അതുകൊണ്ടായിരിക്കാം ദേ വർ ഓൾ സിറ്റിംഗ് ഹിയർ ആൻഡ് ചില്ലിങ്. ആക്ച്വലി ഞങ്ങളുടെ ഹോട്ടൽ നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ്. അടുത്ത് തന്നെ ബാങ്ക് ഉണ്ട്, ATM കൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദോങ്ഷുവാൻ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ്. അതൊരു ഹോൾസെയിൽ മാർക്കറ്റായിട്ട് വരും. ഞങ്ങളങ്ങനെ നെക്സ്റ്റ് ഡേയും ട്രെയിൻ സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാൻ. അപ്പോൾ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞങ്ങൾ ദിസ് ടൈം കയറിയത്. അപ്പം ബട്ട് വാട്ട് ഹാപ്പൻഡ് വാസ്, വെൻ വി റീച്ച് ദ ട്രെയിൻ സ്റ്റേഷൻ ഐ റിയലൈസ് ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ ക്യാമറ. Actually, before going to train street, we went to a shop to buy memory card for my camera, and I left my camera there, you know. So I had to go all the way back to the shop, and luckily my camera was there. ഷോപ്പ് ഓണർ ഒരു ചേച്ചിയായിരുന്നു. ഷീ കെപ്റ്റ് മൈ ക്യാമറ സേഫ്ലി. And by the time I reached, train has already gone. പക്ഷെ എൻ്റെ ബ്രദർ കണ്ടിരുന്നു. what to do. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല. ചിലവർ ബ്രോക്കൺ വേർഡ്സിലായിരിക്കും സംസാരിക്കുന്നത്. സോ ക്യാരി എ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വിത്ത് യു. ഓഫ്ലൈൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമ്മൾ ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഞാൻ എൻ്റെ മറ്റേ ക്യാമറ മറന്നുപോയ സ്ഥലത്ത് അവിടെ ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ല. സോ ഷീ വാസ് ലൈക്ക് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ, ബട്ട് ഷീ കനോട്ട്. I took out my Google Translator and then told her that I want a memory card, and I showed her what type of memory card I want, and then she got for me the memory card. So always carry a Google Translator, because ഇവിടെയുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ ഗൈഡും ബാക്കിയുള്ളവരെല്ലാം ഹോട്ടലിൽ അവരെല്ലാം നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷേ ചിലപ്പോൾ ചില ഷോപ്പ് ഓണേഴ്സ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഇൻ ഇംഗ്ലീഷ്. സോ നമ്മൾ ഇന്നലെ പോയത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റെയിലിൻ്റെ സൈഡിൽ കൂടിയായിരുന്നു, ആൻഡ് ഇന്ന് ഈ സൈഡും. ഐ തിങ്ക് ഓപ്പോസിറ്റ് സൈഡാണ് കുറച്ചും കൂടെ വൈബ്രൻറ്റ്. എനിക്കങ്ങനെയാണ് തോന്നിയത്. മേ ബി ബിക്കോസ് ഞങ്ങൾ കഴിച്ച ആ ഒരു നൂഡിൽസ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഇതായിരിക്കാം, അറിയില്ല. പക്ഷെ ദാറ്റ് നൂഡിൽസ് വിച്ച് വി ate yesterday was very delicious. I haven't eaten such a noodles in a long time. It was a soupy noodles, but it was very delicious.